സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാമെന്നൊക്കെ. പക്ഷേ പറ്റുന്നില്ല, ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ സെയിം കാര്യം തന്നെയാണ്. അതെന്തോ ആയിക്കോട്ടെ. അതേപോലെ മൂഡും കാര്യങ്ങളൊന്നും ഒട്ടും ശരിയല്ലായിരുന്നു വീഡിയോസ് എടുക്കാൻ. ഓക്കെ ഫൈൻ, എന്തെങ്കിലും ആയിക്കോട്ടെ. സോ യെസ്, പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ് ആണ്. ലൈവും കാര്യങ്ങളൊന്നുമല്ല, ലൈവും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ ചാനലുകളുണ്ട്. പക്ഷേ ഞാനങ്ങനെ ലൈവ് അങ്ങനെ കൂടുതൽ കാണാനുള്ള സമയം കിട്ടാറില്ല. അത് മറ്റൊരു കാര്യം. എപ്പിസോഡ് മാത്രമാണ് കണ്ടുപോകുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ്, ഈ ആഴ്ചത്തെ ഫുൾ എപ്പിസോഡ് ഞാൻ കണ്ടു. അവരുടെ ഫാമിലിയൊക്കെ പറ്റി പറയുന്ന ഒരു ടാസ്ക് വരുമല്ലോ, അത് ഒരു സീസണിൽ ഞാൻ കാണാറില്ല ശരിക്കും പറഞ്ഞാൽ. ആകെ ഒരു സീസണിൽ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ കഥ അറിയാമല്ലോ, സനയെ വെടിവെച്ചതെന്ന കഥ. അത് ശരിക്കും പറഞ്ഞാൽ ട്രോളൊക്കെ വന്ന ശേഷമാണ് ഞാൻ കണ്ടത് തന്നെ. എല്ലാ സീസണിലും ഞാൻ അത് സ്കിപ്പ് ചെയ്യും. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സെഷനാണത്. അതുകൊണ്ട് ഈ സീസണിലും അതുപോലെ തന്നെ ആരുടെ സ്റ്റോറി ഞാൻ കേട്ടിട്ടില്ല. അതുപോലെ കുറേ ട്രോള് വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു. ട്രോള് വന്നത് കണ്ടതെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, രേണു സുധീരെ മറ്റേ എന്തോ ഹോസ്റ്റലിൽ നിന്ന കാര്യം എന്തോ കോൺട്രവേഴ്സി ഉണ്ടെന്നും, അതുപോലെ നിവിൻ്റെ കഥ എന്തോ പറഞ്ഞത് കൺവിൻസിങ് അല്ല, അങ്ങനെ എന്തോ ഒരു ട്രോള് കണ്ടതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ സെഷൻസ് കാണാറില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല എന്താണ് സംഭവം. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. കഴിഞ്ഞ എപ്പിസോഡ് ഈ പ്രൊമോ കണ്ടപ്പോഴേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വേറൊന്നുമല്ല, അതിൽ ആദ്യമേ പ്രൊമോ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ തല മുണ്ടനം ചെയ്യുക. ആ ഒരു പ്രൊമോയാണ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. അതും ജിസൈലിൻ്റെ അടുത്താണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ പ്രൊമോ വന്നപ്പോഴേ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഈ ഒരു സീസൺ എന്തൊക്കെയാണ് ടാസ്കുകൾ കൊടുക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. അതുകൊണ്ട് എക്സൈറ്റഡ് ആയിരുന്നു എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. നല്ലൊരു ടാസ്ക് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ധൈര്യശാലികളെ വോട്ട് ചെയ്ത് അങ്ങോട്ട് അയക്കുക, അവിടെ നിന്ന് പോയിന്റ് നേരെ തിരിച്ചു വരിക. അവരെന്ത് പറയുന്നു അത് ചെയ്യുക, തിരിച്ചു വരിക. അതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. ആദ്യം പോയി ഫാമിലിയുടെ കാര്യം പറഞ്ഞതുപോലെ, ഫാമിലിയുടെ കാര്യം വന്നപ്പോൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് പോയിന്റ് വേണ്ട, ഫാമിലി മതി എന്ന് പറഞ്ഞു. പക്ഷേ അവിടെയായിരുന്നു മാരക ടെസ്റ്റ്. ഈ പറഞ്ഞവരുടെ ഫാമിലി, അതായത് ഈ പറഞ്ഞവർ എത്ര നാൾ അവിടെ കാണുമെന്ന് പോലും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ചതാണ്, ഇവർ ഇപ്പോൾ അടുത്ത ആഴ്ച അവർ എവിക്റ്റായി പോയി എന്ത് ചെയ്യും എന്ന് ഞാൻ ശരിക്കും ആലോചിച്ചതായിരുന്നു. കറക്റ്റ് അത് ആലോചിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ വന്ന് കൺവെൻഷൻ റൂമിലല്ല, അവരുടെ ആക്ടിവിറ്റി റൂമിൽ ഇരുന്നപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തതും അതായിരുന്നു, ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കണമെന്ന്. കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോക്കായിപ്പോയി. ഞാൻ ആലോചിച്ച അതേ കാര്യമാണ് അവിടെ അവർ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ പാസം കാണിച്ചതാണ്, ഭയങ്കര പാസമൊക്കെ കാണിച്ച് അങ്ങ് ഇതായതായിരുന്നു. പക്ഷേ നല്ല പണി കിട്ടി, അവരുടെ പോയിന്റ് തന്നെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയായിരുന്നു അടുത്ത റൗണ്ട്. അനീഷ് പോയി ആ കാർഡ് എടുത്തത് മാത്രം ഓർമ്മയുണ്ട്. പുള്ളിക്കാരൻ്റെ അടുത്ത് ഈ സമയം തൊട്ട് മിണ്ടരുതെന്ന് എഴുതിയിരുന്നു. പുള്ളിക്കാരൻ അതുപോലെ തന്നെ ചെയ്തു, മിണ്ടിയിട്ടേ ഇല്ല. പിന്നെ ഞാനും വിചാരിച്ചു ഓക്കെ, ആ ടാസ്കല്ല, ആ ലെറ്ററിൽ പറഞ്ഞേക്കുന്ന അതാണല്ലോ, അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തതെന്ന്. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും മിണ്ടിയിട്ടില്ല. ബിഗ് ബോസ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഓക്കെ, പുള്ളിക്കാരൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു. അതായത് അതിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഈ സീസൺ അറിയാമല്ലോ, അത്യാവശ്യം നല്ല പണി കിട്ടുന്ന സീസണാണ്. അതുകൊണ്ട് ആ കാർഡിൽ എഴുതിയിരിക്കുന്നത് ഈ നിമിഷം മുതൽ ബിഗ് ബോസ് തീരുന്നത് വരെ മിണ്ടരുത് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരൻ കേട്ടിട്ടില്ല. അതും ഭയങ്കര വലിയ മണ്ടത്തരായിപ്പോയി. പിന്നെ പറയേണ്ട ആര്യൻ്റെ മാസ്, അയ്യോ, അണ്ണ എന്തോ വലിയ മാസ് കാണിച്ചെന്നാണ് അവിടെ വിചാരം. മൊട്ടയടിച്ച രൺബീർ കപൂറിന് ആരുടെ പറഞ്ഞ അവൻ രൺബീർ കപൂറിനെ പോലെ ഇരിക്കണമെന്ന്. ആ പറഞ്ഞവനെ പിടിച്ചടിക്കണം ആദ്യം. മൊട്ടയടിച്ച രൺബീർ കപൂർ എന്ന്. ഇവൻ ബുദ്ധിയില്ലേ അവന്? അവൻ ഒരു ആക്ടറാവാൻ നടക്കുന്നതാണ്. ആക്ടറാവാൻ ഒരു കഥാപാത്രത്തിന് വേണ്ടി അവൻ മൊട്ടയടിക്കില്ലെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞത് എന്തോ മറ്റേ മാസ്ക് ഇട്ടിട്ട് ചെയ്തോളാം, ഒരു കഥാപാത്രം ചെയ്യുമെന്ന് ചോദിച്ചു പറഞ്ഞതാണ്. ഇപ്പോൾ അപ്പാനി പോയി ചോദിച്ചതാണ്, നീ ഒരു നടനാവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളല്ലേ, നീ മൊട്ടയടിച്ചാൽ ശരിക്കും അവൻ അവിടെ ഹീറോ ആയിരുന്നു. അവൻ മണ്ടൻ എന്ന് പറഞ്ഞാൽ ലോക മണ്ടനാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അവനെ പറ്റി. കാരണം അതിൽ ഓരോ സമയം ഓരോന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് 1000 പോയിന്റേ ഉള്ളൂ. എത്ര മിനിറ്റാണ് പഠിപ്പുരകത്ത് കയറാൻ കിട്ടുന്നത്. അതുപോലെ മൊട്ടയടിക്കുന്നത് അച്ഛൻ മരിക്കുമ്പോഴാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ മറ്റേ റിലീജിയസ് കാര്യമൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ അടുത്ത് പറയാണ് 1000 പോയിന്റിൽ ഒരു 5000 10000 പോയിന്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മൊട്ടയടിച്ചേ. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ കാര്യം എവിടെ പ്രശ്നമില്ല. എൻ്റെ പൊന്നു മോനെ, എന്നിട്ട് ജിസേലിനെ മൊട്ടയടിക്കാൻ സമ്മതിക്കില്ല, അവനും മൊട്ടയടിക്കില്ല. അത് ജിസേൽ പറയട്ടെ, ജിസേലിന് മൊട്ടയടിക്കാൻ പറ്റൂല എന്ന്. അത് പറയുകയും ചെയ്തു. പക്ഷേ ഇവൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പുറത്ത് വന്ന് നിന്ന് അണ്ണൻ്റെ മാസം എന്ന് പറഞ്ഞാൽ കുപ്പി എടുത്തിട്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ജ്യൂസ് കുടിക്കാം. ഭയങ്കര ത്യാഗം തന്നെ. അതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര ടഫായിട്ടുള്ള സാധനമായിരുന്നു ആ ജ്യൂസ് കുടിക്കൽ. അത് അണ്ണ അങ്ങ് ഏറ്റെടുത്തു. എന്നിട്ട് എന്തൊക്കെ മണ്ടത്തരം എന്ന് വിളിച്ച് പറയുന്ന.
എന്തുവാ ജിസേലിൻ്റെ അടുത്ത് എന്തുവാ ഡ്രസ്സില്ലാതെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കേണ്ടി വരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് ബിഗ് ബോസ് ഷോ അല്ലേ, ഇവൻ ഇത്ര ബുദ്ധിയില്ലാത്ത ആളാണോ? ഇതൊക്കെ ഒരു ഗെയിമറാണ്, ഭയങ്കര ധൈര്യശാലി എന്നും പറഞ്ഞ് എല്ലാവരും വോട്ട് ചെയ്ത് വിട്ടതായിരുന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞ നിലപാടുകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്തോന്ന് റിലീജിയസ് കാര്യം, 1000 പോയിന്റ്സിന് വേണ്ടി മുട്ടയടിക്കില്ല, 10,000 പോയിന്റ്സ് ഒക്കെ ആയിരുന്നെങ്കിൽ മുട്ടയടിച്ചേനെ, പ്ലസ് അച്ഛൻ്റെ കാര്യം അങ്ങ് മറന്നേനെ, റിലീജിയസ് കാര്യമൊക്കെ അങ്ങ് മറന്നേനെ. എന്തൊക്കെയാണോ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്. എന്നിട്ട് പുള്ളിക്കാരൻ പുറത്ത് വന്നിട്ടും ഒരു ഒരു രീതിയിലും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. എല്ലാവരും പറയുന്നത് അവൻ കിഡാണ് കിഡാണ്. കിഡാണെങ്കിൽ ഒന്നിയിൽ അവസാനം പറയുന്നുണ്ട് വീട്ടിൽ ഇരുന്നാൽ പോരെ, എന്തിന് ഗെയിം കളിക്കാൻ വന്നത്. ഒട്ടും മെച്ചോർഡ് അല്ലാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ ചിന്തിച്ചിട്ടൊക്കെ ഓരോന്ന് പറയുന്നത്. അവൻ എത്ര വയസ്സുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അതിൽ പറയുന്ന കേട്ടതാണ് കിഡാണ് കിഡാണെന്നൊക്കെ. എനിക്കറിയാം, എനിക്ക് അവൻ്റെ സംസാരം കേൾക്കുമ്പോഴേ തോന്നാറുണ്ട് മെച്ചോർഡ് ആയിട്ടുള്ള സംസാരമല്ല സംസാരിക്കുന്നത് പല സമയത്തും. എന്തൊക്കെയോ ഓവറാക്കി എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്ന് ഒരു ഹീറോ പരിവേഷം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ പ്രായം കുറവായിരിക്കും, കമ്പാരിറ്റീവ്ലി അവിടെ വന്നവരെക്കാളും പ്രായം കുറവായിരിക്കും, അതൊന്നും അറിയത്തില്ല. പലരും പറയുന്ന കേട്ടിട്ടുണ്ട് കിഡാണ് കിഡാണെന്നൊക്കെ. ആയിരിക്കാം, മേ ബി. അതൊന്നും അവിടെ ഒരു വിഷയമല്ല, പ്രായം അവിടെ ഒരു മാറ്റർ അല്ലല്ലോ. അവിടെ വരിക, ഗെയിം കളിക്കുക, പ്രൈസ് അടിക്കുക, പോവുക. അവിടെ ഈ ഏജിനൊക്കെ ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കല്ല, ആർക്കും തോന്നത്തില്ല. കാരണം ഏജ് നോക്കിയല്ല അവിടെ എടുക്കുന്നത്. അതുപോലെ തന്നെ പറയേണ്ടത്, അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് അക്ബർ വന്ന് ഒരു മാസ് കാണിക്കാൻ നോക്കി, അണ്ണൻ അണ്ണാക്കിൽ കിട്ടി. അക്ബർ വന്ന് ആര്യനൊരൊറ്റ അടി, എന്നിട്ട് ആര്യനെന്തോ പെട്ടെന്ന് ആ ഒരു ഇതിൽ നിന്നപ്പം അവന് ദേഷ്യം വന്നു, എന്തൊക്കെ പറഞ്ഞു. അക്ബറും ആര്യനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പ്രശ്നങ്ങളായി. അയ്യോ, ഒന്നും പറയണ്ട. എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും. എനിക്കാണെങ്കിൽ ചിരിയാണ് വന്നത് കണ്ടിട്ട്. കാരണം എനിക്കതിൽ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയാനായിട്ട് ആരുമില്ല. പക്ഷേ സീസൺ അടിപൊളിയാണ് കേട്ടോ. അതായത് ആളുകൾ വെച്ചല്ല, ടാസ്ക് വെച്ച് മാരക സീസൺ തന്നെയാണ്. കാരണം നമ്മൾ വിചാരിക്കാത്ത കാര്യമാണ് അവിടെ നടക്കുന്നത്. അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം അതിൽ ഇത്രയും സീസൺ നടന്നതിൽ എല്ലാം കണ്ട് പഠിച്ച് വന്നവരായിരിക്കും അവർ. കാണാതെ ആരും വരാൻ ചാൻസ് ഇല്ല, എല്ലാ സീസണും കണ്ടു കാണും. അതിൽ അനീഷൊക്കെ പറയുന്നതായിട്ട് 5 വർഷം എന്തോ ജോലി, സർക്കാർ ജോലി ലീവ് എടുത്ത് എന്തൊക്കെ ചെയ്തിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ വന്നെന്നൊക്കെ പറയുന്നതായിട്ട്. അപ്പോൾ എല്ലാവരും കണ്ടു പഠിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ടാണ് എന്തുവാ ഈ കഴിഞ്ഞ ദിവസത്തെ ടാസ്ക്, അതായത് വീട്ടുകാരെ ആരെയൊക്കെ സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ, അതായത് വീട്ടുകാരെ കാണാൻ വേണ്ടിയുള്ള ടാസ്കിൽ ആരെയൊക്കെ ഫാമിലി വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പം അങ്ങ് പാസം കയറി പറഞ്ഞപ്പോൾ എന്തുവാണ്, നേരെ ഓപ്പോസിറ്റ്, കാണാൻ പറ്റത്തില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങ് പറയണമായിരുന്നു, കുഴപ്പമില്ല, നമ്മുടെ ടീമിന് വേണ്ടി എല്ലാം സഹിക്കണം. പിന്നെ ഈ ഷോയിലോട്ട് വന്നത് എന്തിനാണ്, വീട്ടിൽ കിടന്നാൽ പോരെ ഇവർക്ക്, വീട്ടുകാരെ കണ്ടുകൊണ്ടിരിക്കാനാണെങ്കിൽ. ശരിയാണ്, ഇവർ ഒറ്റപ്പെട്ടൊന്നും അല്ലല്ലോ അവിടെ നിൽക്കുന്നത്, ഇത്ര ആൾക്കാരില്ലേ. അത് ഒരു ഷോ ആണെന്നും അത് ഒരു ഗെയിമാണെന്നും മനസ്സിലാക്കുക. അല്ലാതെ ചുമ്മാ ഒന്ന് വന്ന രണ്ടാമത്തെ ദിവസം തന്നെ വീട്ടിൽ പോകണം, അമ്മയെ കാണണം, അച്ഛനെ കാണണം, ഇങ്ങനെയുള്ളവർ വരേണ്ട കാര്യമില്ല. അതൊരു ഗെയിമാണ്. അവിടെ അത്രയും ദിവസം നിൽക്കണം എന്നൊരു മൈൻഡിലോട് വരിക, കപ്പടിക്കണം എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഈ ആ ഒരു പോയിന്റൊക്കെ ചുമ്മാ കിട്ടിയേനെ. എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അങ്ങ് തീരുമാനം എടുത്താൽ മതിയായിരുന്നു. ആ ബിഗ് ബോസ് പറഞ്ഞതുപോലെ ഇതിൽ എത്ര പേര്, ഈ പറഞ്ഞ 3 പേരുണ്ട്. ആ 3 പേരാരൊക്കെയാണ്, രേണു, ശരത്ത്, പിന്നെ ഒരാളുടെ പേരും കൂടെ പറയുന്നതായിട്ട്. ഈ 3 പേരും അടുത്ത ആഴ്ച ഉണ്ടാവുമെന്ന് എന്ത് ഉറപ്പാണുള്ളത്? അവരെ പോയിന്റ് പോയില്ലേ. അവരുടെ ഫുഡ്, ഡ്രസ്സ്, ഇതെല്ലാമാണ് നഷ്ടപ്പെട്ടത്. അതും ഒരാളുടെ അല്ല, എല്ലാവരുടെ. അതെല്ലാം നോക്കണമായിരുന്നു. നിങ്ങളിപ്പം വീഡിയോ കാണുന്നവരാണെങ്കിൽ തോന്നും ഇവിടെ ഇരുന്ന് പറയാൻ എളുപ്പമാണെന്ന്. പക്ഷേ നിങ്ങളും ഞാനും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ഗെയിമാണ്, അതൊരു ഗെയിം ഷോയാണ്. അത് അങ്ങനത്തെ ഒരു ഷോയാണ്. അങ്ങനെ അത്ര മനക്കെട്ടിയുള്ളവർ പോവുക, അല്ലാതെ ചപ്പാത്തി കള്ളി എന്നൊക്കെ വിളിക്കുമ്പോൾ കരയുന്നവർ, ഇതൊക്കെ എന്തോന്നാണ്. അത് ചെറിയ ചെറിയ കാര്യത്തിന് ചപ്പാത്തി കള്ളി എന്നൊരു ഡോക്ടറിന് പറഞ്ഞത്, അതിൻ്റെ അകത്ത് കരയാൻ മാത്രമേ പലർക്കും നേരമുള്ളൂ. പിന്നെ ആ അബിയാണെന്ന് തോന്നുന്നു, ആ മുടി വളർത്തി ഡാൻസൊക്കെ ചെയ്യുന്ന പയ്യൻ്റെ പേര് ഞാൻ മറന്നു, എപ്പോഴും ഞാൻ മറന്നു. പലരുടെയും പേര് ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നു. അവൻ അത്യാവശ്യം നല്ലപോലെ കളിക്കണമെന്നുണ്ട്, പുള്ളിക്കാരന് സ്പേസ് കിട്ടാത്തതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ. പുള്ളിക്കാരന് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആരും വോട്ട് ചെയ്തില്ല. ആ ഒരു ഫ്രസ്ട്രേഷൻ അവിടെ നല്ലപോലെ തീർത്തു. ഫ്രസ്ട്രേഷൻ കാണും, കാരണം ഏത് ടാസ്ക് വന്നാലും എല്ലാവരും വോട്ട് ചെയ്ത് വിടുന്നത് ആര്യൻ, ജിസയിൽ, അങ്ങനെ കുറച്ച് കോമൺ ആയിട്ട് കുറച്ച് പേരുകളുണ്ട്. ഇതല്ലാതെ ബാക്കി ആർക്കും സ്പേസ് കിട്ടുന്നില്ല. കാരണം അവരൊരു ടീമായിട്ട് നിന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് അക്ബറും അക്ബാനിയും കൂടെ എന്തൊക്കെയോ മരണമാസമായിട്ട് അങ്ങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവരെന്തോ കോംബോ വർക്കൗട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്.
പുറത്തെന്തോ വലിയ മറ്റേ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സീസണിൽ നമ്മുടെ മാരാരും മറ്റേ പയ്യൻ ഉണ്ടല്ലോ, മറ്റേ ചേട്ടനിയൻ കോംബോ കളിച്ചില്ലേ, അതുപോലെ വല്ലതും സെറ്റ് ചെയ്യണതായിരിക്കും ചിലപ്പോൾ. എന്തായാലും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, അതിൽ പേഴ്സണൽ ഫേവറേറ്റ് അല്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും ഒരു ഇത് തോന്നുന്ന ഒരു കണ്ടസ്റ്റൻ്റ്, അതായത് ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് പുള്ളിക്കാരൻ, അല്ലെങ്കിൽ ആ ആള് കപ്പടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന ആരും എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയില്ല. അങ്ങനെ ഒരാളുണ്ടെന്ന് അതിൻ്റെ അകത്ത്. ഇത് ഞാൻ പിന്നെയും പറയാമല്ലോ, സീസൺ അടിപൊളിയാണ്, ടാസ്ക് അടിപൊളിയാണ്. ആ ആളുകളെയൊക്കെ മാറ്റി നിർത്തുക, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. കാരണം മാരക ടിസ്റ്റുകളാണ് ഓരോ ദിവസവും കൊണ്ടുവരുന്നത്. അതിൽ തന്നെ പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ സീസണൊക്കെ നമുക്ക് ഓരോ ട്രോള് കാണുമ്പോൾ അവരുടെ ഡ്രസ്സ് വെച്ചിട്ട് എപ്പിസോഡ് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഏത് എപ്പിസോഡാണെന്ന്, കഴിഞ്ഞ സീസൺ വരെ. ഈ സീസണിൽ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഒരേ ഡ്രസ്സ്, ഏത് ക്ലിപ്പ് വന്ന് ഇത് എടുത്ത് നോക്കാൻ പറ്റണില്ല, ഏത് ക്ലിപ്പാണെന്ന് മനസ്സിലാവണില്ല. ട്രോളൊക്കെ കണ്ടിട്ട് ഏത് എപ്പിസോഡാണെന്ന് പോയി നോക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, ഒരേ ഡ്രസ്സ് വന്ന ദിവസം തൊട്ട് ഒറ്റ ഡ്രസ്സ് തന്നെയാണ്. ടാസ്ക് ജയിച്ചാലേ ഡ്രസ്സ് കൊടുക്കുള്ളൂ, നല്ല കാര്യമാണ്. കാരണം അത്രത്തോളം ആത്മാർത്ഥത ഉണ്ടാവും. കഴിഞ്ഞ സീസണിലൊക്കെ ജയിലിലൊക്കെ പോകാൻ അടിയായിരുന്നു, ഭയങ്കര ത്യാഗമായിരുന്നു. ഇപ്രാവശ്യം അത് മാറിക്കൊടുത്തിട്ടുണ്ട്. എന്തായാലും പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതെന്തായാലും നന്നായി. ഞാൻ പറഞ്ഞല്ലോ, ഇനിയും അങ്ങോട്ടും വീഡിയോ ചെയ്യണമെന്നാണ്. സമയം കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ മൂടൊന്നും ഒട്ടും ഓക്കെ അല്ലായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞത് തന്നെയാണ്. ഞാൻ എന്തായാലും മാക്സിമം വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പം ഇത്ര തന്നെയാണ് ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. എനിക്കൊരു കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ, ആ ഒരു സമയത്തിനുള്ളിലാണ് ഇതെല്ലാം ചെയ്തത്. അതായത് എപ്പിസോഡ് കാണണം, ജോലിക്ക് പോകണം, ഉറങ്ങണം. ഉറക്കമാണ് മെയിൻ, ഉറക്കം ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ കൊണ്ട് കുറച്ച് ലിമിറ്റഡാണ്. എനിക്ക് ഡെയിലി വീഡിയോ ഇടണമെന്നുണ്ട്, പക്ഷേ പല സാഹചര്യം കൊണ്ട് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.